ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് മാത്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മുടെ ഇന്നലെ നിർത്തിയതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇന്നലെ വാവയുടെ എസ്സയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. കുറേ പേര് വിഷസ് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, അതൊക്കെ തിരക്കിലായിരുന്നു. വിഷസ് അറിയിച്ച എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ നമ്മൾ കണ്ടു അല്ലേ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ എന്താ കണ്ടത്? എക്സ് സ്ക്വയർ വന്നിട്ടുള്ള ഇക്വേഷൻസ് ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് കണ്ടു. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഒരു എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇന്ന് എക്സൈസിൽ പ്രോബ്ലം ചെയ്യാം. പിന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇന്നലെ ചെയ്ത മാതിരി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എക്സൈസിലെ പ്രോബ്ലംസിലേക്ക് പോകും. ഫസ്റ്റ് പ്രോബ്ലം എന്താണ്? 1 added to the product of 2 consecutive even numbers gives 289. What are the numbers? അല്ലേ, എന്താണ്? രണ്ട് അടുത്തടുത്തുള്ള ഈവൻ നമ്പർ ഇരട്ട സംഖ്യകളുടെ കൂടെ നമ്മൾ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം കിട്ടുന്നത് 289 ആണ് എങ്കിൽ ആ നമ്പറുകൾ ഏതൊക്കെ? ഓക്കെ, അപ്പോൾ രണ്ട് അടുത്തടുത്തുള്ള ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യകളാണ് അല്ലേ. ആ ഇരട്ട സംഖ്യകളോട് എന്താ ആഡ് ചെയ്യണം? 9 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താന്ന് തന്നിട്ടുണ്ട്? 289 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ആ നമ്പറുകൾ, ആ ഈവൻ നമ്പറുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് ഈവൻ നമ്പേഴ്സ് അറിയില്ല അല്ലേ. അപ്പം നമുക്ക് ഈവൻ നമ്പറുകളെ എക്സ് ആക്കി എടുക്കാം. അപ്പോൾ എക്സും എക്സ് പ്ലസ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് ഏതൊക്കെ എടുത്ത്? കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ഈവൻ നമ്പറുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ 4 6 6ഉം 8ഉം അങ്ങനെ അടുത്തടുത്ത് തന്നെ രണ്ട് ഈവൻ നമ്പറുകളുടെ സമ്മിൻ്റെ കൂടെ, സമ്മിൻ്റെ കൂടെ അല്ലല്ലോ, പ്രൊഡക്റ്റിൻ്റെ കൂടെ ഈ രണ്ട് നമ്പറുകൾ ഇൻറ്റു ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 289 ആണ്. നമുക്ക് ആദ്യം ഈവൻ നമ്പേഴ്സിന് പ്രൊഡക്റ്റ് ചെയ്യും, വെച്ചാൽ ഇൻറ്റു ചെയ്യും. അപ്പോൾ എങ്ങനെ ചെയ്യാം? പ്രൊഡക്റ്റ് എന്തായിരിക്കും? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 അതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 9 ആഡ് ചെയ്യണം. അപ്പം പ്ലസ് 9. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വന്നത്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് 9 ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ 9 അല്ല 1 is 1 added to the product of 2 consecutive even numbers, you will get 289. Second was 9. Okay, 289 കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ശരിയാക്കാം അല്ലേ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 2x പ്ലസ് 1 is equal to 289. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോർമുല ആയില്ലേ. എക്സ് സ്ക്വയർ ഉണ്ട്, എന്താ എക്സ് ഉണ്ട്, 1 ഉണ്ട് അല്ലേ. എക്സ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യാൻ പറഞ്ഞത്? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ എക്സിന്റെ കൂടെ ഉള്ള ആൾ നോക്കാം. ഇപ്പൊ 2 ആണ്. എക്സിന്റെ കൂടെ ഉള്ള ആൾ 2, അയാളുടെ പകുതി. അപ്പൊ 2ന്റെ പകുതി എത്രയാണ്? 2ന്റെ പകുതി 1 ആണ് അല്ലേ. ഈ 1ന്റെ സ്ക്വയർ നമ്മൾ രണ്ട് സ്ഥലത്തും ആഡ് ചെയ്യണം. ഓക്കെ, അതിനു മുമ്പ് ഒരു പണിയുണ്ട്. അതിന് മുമ്പ് ഒരു പണി ഞാൻ വിട്ടുപോയി. അപ്പൊ നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എക്സ് കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും ഈ 1നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ 2ന്റെ പകുതി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ കൺഫ്യൂഷനാണ്. 2x is equal to എന്താ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 is equal to 289 എന്ന് വന്നു. അപ്പൊ ഈ സൈഡിൽ നമുക്ക് എക്സ് മാത്രം മതി. 1നെ നമുക്ക് അപ്പുറത്തേക്ക് ആദ്യം കൊണ്ടുപോകും. എക്സ് സ്ക്വയർ പ്ലസ് 2x is equal to 289 മൈനസ് 1. ഈ പ്ലസ് 1 അങ്ങനെ മൈനസ് 1 ആയത് ഈക്വലിന്റെ ഇപ്പുറത്തുള്ള പ്ലസ് 1 ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 1 ആയിട്ട് മാറി. എത്രയാ? 289 മൈനസ് 1 എന്ന് പറയുമ്പോൾ 288 അല്ലേ. 288 എന്ന് വരും. ഇനി അവിടെ തന്നെ എഴുതട്ടെ. ഓക്കെ, എന്താണ് നമ്മൾ നോക്കാം. എക്സിന്റെ കൂടുകളാണ് നോക്കാം. എക്സിന്റെ കൂടുകൾ ആരാണ്? എക്സിന്റെ കൂടുകൾ 2 ആണ്. 2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ ബൈ 2 ചെയ്താൽ മതി. 2 പകുതി ആയാലും കണ്ടുപിടിക്കാൻ ബൈ 2 ചെയ്താൽ മതി. 2/2 എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പൊ എന്താണ്? 1ന്റെ സ്ക്വയർ എവിടെ ആഡ് ചെയ്യണം? ഈക്വലിന്റെ ഇപ്പുറത്തും ആഡ് ചെയ്യണം, അതുപോലെ ഈക്വലിന്റെ അപ്പുറത്തും ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ. ഇനി 1 കിട്ടിയത് ഈ എക്സിന്റെ കൂടെയുള്ള 2ന്റെ പകുതിയുടെ സ്ക്വയർ. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ വീണ്ടും പറയുന്നത്, എക്സിന്റെ കൂടെയുള്ള ആരാണോ അയാളുടെ പകുതി എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് രണ്ട് സ്ഥലത്തും ആഡ് ചെയ്യുക. അപ്പൊ പിന്നെ എളുപ്പത്തിൽ പിന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, 1 സ്ക്വയർ 30. ഇവിടെ എന്താണ്? 288 അല്ലേ. 288 പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ എന്ത് വരും? ഇപ്പൊ ഇതൊരു ഫോർമുല ആയിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ എക്സ് ചെയ്താൽ, ഓക്കെ, പ്ലസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ചെയ്താൽ, ഓക്കെ, ഇനി ചിലർക്ക് മൈനസ് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൈനസ്. എക്സ് ചെയ്താൽ എക്സിന് തൊട്ടപ്പുറത്തുള്ള സിമ്പിൾ ചെയ്താൽ പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. ഓക്കെ, ഇനി അവസാനത്തെ നമ്പർ ഇതാ നമുക്ക് പോകണം. ഓളായിട്ട് രണ്ടിന് മുന്നിൽ സ്ക്വയർ ഇട്ടുണ്ടോ.
ഈക്വൽ ടു എന്താണ് 288 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 289 അല്ലേ. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 289 എന്ന് കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് 1 കണ്ടുപിടിക്കണം. എന്താ റൂട്ട് ഓഫ് 289 അല്ലേ. റൂട്ട് ഓഫ് 289 ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് റൂട്ട് 289. ഈ റൂട്ട് 289 കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് 289 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 289 എന്നത് 17 ആണ്. 17 ഇൻറ്റു 17 ആണ് റൂട്ട് 289. നോക്കാം. 289 എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പം റൂട്ട് 289 കിട്ടും 17 കിട്ടും അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 17 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഞാൻ ഇവിടെ ഇടാം. എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 289 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 17. അപ്പോൾ നമുക്ക് ആദ്യം പ്ലസ് 17 എടുക്കാം. എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 17. എക്സ് ഇസ് ഈക്വൽ ടു 17 മൈനസ് 1 ഇസ് ഈക്വൽ ടു 16. ഓക്കെ, ഇനി നിങ്ങൾ മൈനസ് 17 എടുത്താൽ എന്ത് പറ്റും? എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 17. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 17 മൈനസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 18 അല്ലേ. നമ്മൾ ഈവൻ നമ്പർ എന്താ നെഗറ്റീവ് നമ്പറിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുണ്ട്, പോസിറ്റീവ് നമ്പറിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 16 എടുത്താൽ മതി. എന്നുവെച്ചാൽ എക്സിൻ്റെ വാല്യൂ 16 ആണ്. അപ്പോൾ ഏതൊക്കെ ഈവൻ നമ്പേഴ്സ്? 16ഉം 16 പ്ലസ് 2 18. അപ്പോൾ ഈവൻ നമ്പേഴ്സുകൾ ഏതൊക്കെയാണ്? ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മളെടുത്ത ഈവൻ നമ്പേഴ്സ് എക്സും എക്സ് പ്ലസ് 2 ആണ് അല്ലേ. മീൻസ് 16 ആൻഡ് 18 ആ രണ്ട് നമ്പറുകളാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, എളുപ്പമാണ്. നിങ്ങൾ ഇവിടെ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എക്സിൻ്റെ പകുതിയുടെ എക്സിൻ്റെ കൂടെ ഉള്ളത് ആരാണ് അയാളുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ രണ്ട് സ്ഥലത്തും ആഡ് ചെയ്യുക. അത് ഓർത്ത് ചെയ്യുന്നത് മെത്തേഡ് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നെയാണ് വേറെ ക്വസ്റ്റ്യൻ താഴത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാം. അതിനുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ പറഞ്ഞായിരുന്നു അല്ലേ? സൺഡേ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിരുന്നത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാണ്. കാരണം പൂജ വെക്കാനുണ്ടല്ലോ, അവിടെ വരെയൊക്കെ പൂജയ്ക്ക് വെക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് വേറെ ദിവസത്തേക്ക് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ഇനി അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ഇനി ക്ലാസ് ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പൂജയൊക്കെ കഴിഞ്ഞ് ചൊവ്വാഴ്ച ഈ ക്ലാസ് കഴിഞ്ഞ് ചൊവ്വാഴ്ച ക്ലാസ് ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 9 ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 gives 729. വാട്ട് ആർ ദ നമ്പേഴ്സ് ആണ് ചോദ്യം. ഓക്കെ, എന്താണ്? 9 ആഡ് ചെയ്യണം. എന്തിലൂടെ? 9 ആഡഡ് ടു the product of 2 consecutive multiples of 6 give 729. what are the numbers? അല്ലേ, രണ്ട് 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നമ്മൾ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് തന്നിട്ടുണ്ട് 729 ആണ് തന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം എന്ത് എഴുതാം? അപ്പോൾ 6ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 6, 12 അങ്ങനെ 6ന്റെ ടേബിൾ വരെ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്പേഴ്സ് നമുക്ക് എന്താക്കി എടുക്കാം? ലെറ്റ് ദ നമ്പേഴ്സ് ബി. ഓക്കെ, നമ്പേഴ്സ് ബി x and x plus 6. 6ന്റെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 6, 12. അപ്പോൾ 12 കിട്ടാൻ 6 ആഡ് ചെയ്യണം അല്ലേ. 12, 18 ആണെങ്കിൽ വീണ്ടും 6 ആഡ് ചെയ്യണം. അപ്പോൾ x plus 6 അതാണ് നമ്മുടെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. 6ന്റെ മൾട്ടിപ്പിൾസ്. ഈ 6ന്റെ മൾട്ടിപ്പിൾസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ 9 ആഡ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 6ന്റെ നമ്പേഴ്സിൻ്റെ കൂടെ അപ്പോൾ പ്രൊഡക്റ്റ് തന്നെയാണ് x ഇൻറ്റു എക്സ് പ്ലസ് 6 പ്ലസ് 9 ഈക്വൽ ടു 279. അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ നമുക്ക് 729 ആണ് കേട്ടോ. 729 സപ്പോസ് ശ്രദ്ധിച്ച് നോക്കണം. നമ്മുടെ അതിൽ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ മൊത്തം ഒത്തിരി തെറ്റും അല്ലേ. അപ്പോൾ എനിക്ക് പരീക്ഷയ്ക്ക് ഒരിക്കൽ തെറ്റാതെ ഇങ്ങനെയാണ്. പെട്ടെന്ന് എടുത്ത് ചെയ്തു. അപ്പോൾ 2ഉം 7ഉം 9ഉം അങ്ങനെയൊക്കെ മാറിപ്പോകും. എന്താ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ? എക്സ് ഇൻറ്റു നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് കണ്ടുപിടിക്കാം. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 6x പ്ലസ് എന്താണ് 9 ഇസ് ഈക്വൽ ടു 729 അല്ലേ. എന്ത് ചെയ്യണം? നമുക്ക് ഈ 9 അപ്പുറത്തേക്ക് ഉണ്ടോ? എക്സിനെ മാത്രം നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 6x ഈക്വൽ ടു 729 മൈനസ് 9. ഇത് കഴിക്കും 720 കിട്ടും അല്ലേ. 720 കിട്ടി. എന്ത് ചെയ്യണം?
ഇനി നമുക്ക് എന്താ പഠിക്കാം? നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 6s ഇസ് ഈക്വൽ ടു 720. എന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. എന്താ ചെയ്യേണ്ടത്? 6ന്റെ കൂടെ എക്സിന്റെ കൂടെ ആരാണുള്ളത്? 6ന്റെ പകുതി എത്രയാണ്? 6/2 അല്ലെ? 6/2 എത്രയാണ്? 3 ആണോ ആഡ് ചെയ്യേണ്ടത്? അല്ല, 3യുടെ സ്ക്വയർ. എക്സിന്റെ കൂടെ കിടക്കുന്ന നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ. മറക്കല്ല, പകുതിയുടെ സ്ക്വയർ രണ്ട് സ്ഥലത്ത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ എന്തുവരും? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 3യുടെ സ്ക്വയർ. 3 സ്ക്വയർ എന്താണ്? 720 പ്ലസ് 3 സ്ക്വയർ അല്ലേ? അപ്പൊ എന്ത് കിട്ടും? എക്സ് പ്ലസ് 6 അല്ല, എക്സ് പ്ലസ് എന്താ ലാസ്റ്റ് 3 ആണ്. 3 രണ്ടിനും സ്ക്വയർ ഇല്ലേ? എക്സ് സ്ക്വയർ 3 സ്ക്വയർ. 3 സ്ക്വയർ തന്നെ എഴുതണം കേട്ടോ. 9 എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ മാറിപ്പോ. 3 സ്ക്വയർ തന്നെ എഴുതാം. അപ്പോഴാണ് ഇങ്ങനെ രണ്ടിനും സ്ക്വയർ തന്നെ. അപ്പൊ 9 ഒറ്റയടിക്ക് എഴുതാൻ നമുക്ക് ആ സ്ക്വയറിലൂടെ പോകും അല്ലേ? അപ്പൊ എക്സിന് സ്ക്വയർ ഉണ്ട്, 3ക്ക് സ്ക്വയർ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓൾ സ്ക്വയർ തന്നത്. ഓക്കെ, 1 സ്ക്വയർ ആയതുകൊണ്ടൊന്നും പ്രശ്നമില്ല. 1 ആകുമ്പോൾ 1 തന്നെയാണ്. പക്ഷേ ഈ നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 70. ഇവിടെ നമുക്ക് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ 720 പ്ലസ് 9 എന്താണ്? 729. ഓക്കെ, 720 പ്ലസ് 9 729. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 720 പ്ലസ് 9 729. നമുക്ക് വേണ്ടത് എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 729. റൂട്ട് ഓഫ് 729 എന്ന് പറയുന്നത് 27 ആണ്. ഓക്കെ, പ്ലസ് ഓർ മൈനസ് 27. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. 9 ആണ്. അപ്പോൾ 9 വരുന്നത് എന്തുകൊണ്ട് 3 വെച്ച് അവസാനിക്കണം. അല്ലെങ്കിൽ 7 × 7 49. അതാണ് 9 വരും അല്ലേ? എന്തുകൊണ്ട് 3 അല്ലെങ്കിൽ 7-ലായിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പോകില്ല. അപ്പോൾ ജസ്റ്റ് 7 അവസാനിക്കുന്നത് 7 ആണ്. പിന്നെ 17 നോക്കാം, പിന്നെ 27 നോക്കാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ റൂട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത റൂട്ടുകളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ പറയാം. ഓക്കെ, 27 ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ട് നമുക്ക് ഏകദേശം റൂട്ട് അസ്യൂം ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാ നമ്പറും പ്രിന്റ് ചെയ്യേണ്ട. 9 ആണ് ലാസ്റ്റ് വന്നത്. ഒന്നുപോലെ അതിൽ 3 വെച്ച് അവസാനിക്കുന്ന നമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ അത് 3 വെച്ച് അവസാനിക്കും 3 × 3 അല്ലേ? 3 വെച്ചിട്ട് അവസാനിക്കുന്ന നമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ 7 വെച്ചിട്ട് അവസാനിക്കുന്ന നമ്പർ ആയിരിക്കും. 7 × 7 49. എന്നാലും അത് 49 കിട്ടുള്ളൂ. വേറെ നമ്പർ വെച്ചാൽ 9 കിട്ടിയില്ല അല്ലേ? അപ്പം അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു 27 കിട്ടാം. എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു 27. x is equal to 27 minus 3 അല്ലേ? x is equal to 27 minus 3 നമുക്ക് 24 കിട്ടും. ഓക്കെ, ഒരു കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ 24 ആണ്. നെഗറ്റീവ് നമ്പർ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -27 -3 -13 കിട്ടും. ഓക്കെ, -30 നമുക്ക് മൈനസ് നമ്പറുകളൊന്നും ഇവിടെ ആവശ്യമില്ല. 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എന്ത് കിട്ടും? 24 പ്ലസ് എടുത്ത് കിട്ടാൽ മതി. പ്ലസ് 27 ചെയ്യുമ്പോൾ 27 - 3 എന്ത് കിട്ടും? 24 തന്നെ. നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ നമ്മൾ ആവശ്യമില്ല. ജസ്റ്റ് റൂട്ട് പറയാൻ നമ്മൾ ഇങ്ങനെ എഴുതാറ്. അതാണ് റൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആയാലും മൈനസ് ആയാലും ഈ 729 തന്നെ കിട്ടുക. അപ്പോൾ നമ്മൾ എഴുതിട്ട് എഴുതുമ്പോൾ പ്ലസ് ഓർ മൈനസ് 27 എഴുതും. ഓക്കെ, x is equal to 24 നിർത്തി. നമുക്ക് വേണ്ടത് എക്സ് പ്ലസ് 6 ആണ് അല്ലേ? എക്സ് 24 ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 6 എത്രയാണ്? 24 പ്ലസ് 6 is equal to 30. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ 24 ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. അത് എവിടെയെങ്കിലും തെറ്റിപ്പോയെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് 24 × 30 പ്ലസ് 9 ചെയ്ത് കഴിഞ്ഞാൽ 729 കിട്ടും. നോക്കാം. 24 × 30 3 12 × റിമൈൻഡർ 1 7 അല്ലേ? 0 720 പ്ലസ് 9 ആണ് 729. അപ്പോൾ കിട്ടിയ ഉത്തരത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉത്തരം കൺഫേം ചെയ്യാൻ പറ്റും. അത് കറക്റ്റാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇത്രയും നിർത്താൻ തോന്നുന്നു. ഓക്കെ, നമുക്ക് എനിക്ക് നല്ല കുറച്ച് കൂടുതൽ പണിയുണ്ടായി. നല്ല തലവേദനയാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ എടുക്കാനേ നല്ല നല്ലോണം വേണ്ട പെണ്ണ് രാവിലെ താഴത്തുനിന്ന് കരയാനുണ്ട്. അപ്പോൾ ഞാൻ വേറെ ദിവസം കുറച്ച് കൂടുതൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഇന്ന് കുറച്ച് ലേറ്റ് ചെയ്തത് തന്നെയാണ്. ഇന്ന് ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ നേരം വൈകി. അപ്പോൾ പിന്നെ രാവിലെ തന്നെ എനിക്ക് ക്ലാസ് എടുക്കാൻ നടന്നില്ല. അപ്പോൾ ഇപ്പോൾ സമയം വൈകി. 10 മണി 11 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളതിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ച എഴുന്നേക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുക്കണില്ല. നമുക്ക് വേറെ ദിവസം കൂടുതൽ എടുത്ത് തരാം കേട്ടോ. താങ്ക് യു.